കോൺഫിഗറേഷൻ ഇൻ VHDL. VHDL വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൺഫിഗറേഷൻസ്. നോർമലി ഒരു പ്രോഗ്രാമിൽ ഒരു സിംഗിൾ എൻറ്റിറ്റിയും മോർ ദാൻ വൺ ആർക്കിടെക്ചേഴ്സും വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഈ മോർ ദാൻ വൺ ആർക്കിടെക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ആർക്കിടെക്ചേഴ്സും ഡിഫറെൻറ്റ് മോഡലിങ്ങിലായിരിക്കും. അതായത് സ്ട്രക്ചറൽ മോഡലിങ്, ദെൻ ഡാറ്റ ഫ്ലോ മോഡലിങ്, ബിഹേവിയറൽ മോഡലിങ്, അല്ലെങ്കിൽ മിക്സഡ് മോഡലിങ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് നമ്മുടെ ആർക്കിടെക്ചേഴ്സ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ നമുക്ക് സിമുലേഷൻ്റെ ടൈമിൽ ഈ എൻറ്റിറ്റിയെ ഇതിലേതെങ്കിലും ഒരു ആർക്കിടെക്ചറുമായിട്ട് നമുക്ക് ബൈൻഡ് ചെയ്യിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫിഗറേഷൻ യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഈ ഫിഗറിൻ്റെ അകത്ത് കുറച്ച് മോഡലിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്ട്രക്ചറൽ മോഡലിംഗ് ഉണ്ട്, ഡാറ്റ ഫ്ലോ മോഡലിംഗ് ഉണ്ട്, ബിഹേവിയർ മോഡലിംഗ് ഉണ്ട്. ഇതെല്ലാം നമ്മളൊരു എൻറ്റിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫിഗറിനകത്ത് ഒരു സിംഗിൾ എൻറ്റിറ്റിയും മോർ ദാൻ വൺ ആർക്കിടെക്ചേഴ്സുമാണ് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യേണ്ടത്, നമ്മളൊരു കോൺഫിഗറേഷൻ വെച്ചിട്ട് ഈ എൻറ്റിറ്റിയെ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആർക്കിടെക്ചറുമായിട്ട് നമ്മൾ ബൈൻഡ് ചെയ്യിക്കുന്നു. സോ ഇവിടെ നമ്മുടെ കോൺഫിഗറേഷൻ എ എന്ന് പറയുന്നൊരു കോൺഫിഗറേഷൻ ബൈൻഡ് ചെയ്യുന്നത് നമ്മുടെ എൻറ്റിറ്റിയെ സ്ട്രക്ചറൽ മോഡലിങ്ങിലുള്ള ആർക്കിടെക്ചറുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക. സോ സിമ്പിളി ഇത്രയേ ഉള്ളൂ. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റിയെ ഒരു പർട്ടിക്കുലർ ആർക്കിടെക്ചറുമായിട്ട് ബൈൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫിഗറേഷൻസ് യൂസ് ചെയ്യുക. നോർമലി രണ്ട് ടൈപ്പാണ് കോൺഫിഗറേഷൻസ് വരിക. സോ സ്പെസിഫിക്കേഷൻ ഫോർ എൻറ്റിറ്റി ആർക്കിടെക്ചർ പെയർ, ദാറ്റ് മീൻസ് ഡീഫോൾട്ട് കോൺഫിഗറേഷൻസ്, ആൻഡ് സ്പെസിഫിക്കേഷൻ ഫോർ കമ്പോണൻ്റ് എൻറ്റിറ്റി ബൈൻഡിങ്, ദാറ്റ് മീൻസ് കമ്പോണൻ്റ് കോൺഫിഗറേഷൻ. സോ ഇങ്ങനെ രണ്ട് ടൈപ്പ് കോൺഫിഗറേഷൻസ് ആണ് യൂസ് ചെയ്യുക. ഒരു എൻറ്റിറ്റി ആർക്കിടെക്ചർ പെയർ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടും കോൺഫിഗറേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു എൻറ്റിറ്റി ഒരു പർട്ടിക്കുലർ ആർക്കിടെക്ചറിലേക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അതേപോലെ തന്നെ കമ്പോണൻ്റ് എൻറ്റിറ്റി ബൈൻഡിങ്, ഒരു കമ്പോണൻറ്റിനെ എൻറ്റിറ്റി ആയിട്ട് ബൈൻഡ് ചെയ്യിക്കാനായിട്ടും കോൺഫിഗറേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ രണ്ടാമത്തെ കമ്പോണൻ്റ് എൻറ്റിറ്റി ബൈൻഡിങ് എന്ന് പറയുന്ന കേസ് വരുന്നത് സ്ട്രക്ചറൽ മോഡലിങ്ങിലാണ് വരിക. സോ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ സിൻടാക്സ് ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. സിൻടാക്സ് അനുസരിച്ച് കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന കീവേഡിലായിരിക്കും. സോ നമുക്കിവിടെ സിൻടാക്സിൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന കീവേഡ് ഉണ്ട്. അതിന് ശേഷം നമ്മുടെ കോൺഫിഗറേഷൻ്റെ നെയിമുണ്ട്. ഓഫ് എന്ന് പറയുന്നത് കീവേഡാണ്. ദെൻ എൻറ്റിറ്റി നെയിം, നമ്മുടെ പ്രോഗ്രാമിൻ്റെ എൻറ്റിറ്റി നെയിം ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ഈസ് എന്ന് പറയുന്ന കീവേഡ്. ദെൻ ഫോർ നെയിം ഓഫ് ആർക്കിടെക്ചർ അസോസിയേറ്റഡ്, ഏത് ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത് അതാണ് ഇവിടെ നെയിം ഓഫ് ആർക്കിടെക്ചർ അസോസിയേറ്റഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുക. ദെൻ ഇവിടെ ബ്രാക്കറ്റിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും, ഈ ബ്രാക്കറ്റിനകത്ത് വരുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെഷ്യലായിട്ടും സ്ട്രക്ചറൽ മോഡലിങ്ങിൻ്റെ കേസിലാണ്. അതായത് കമ്പോണൻ്റ് എൻറ്റിറ്റി ബൈൻഡിങ് വരുന്ന കേസിലാണ് നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും യൂസ് ചെയ്യുക. അത് നമ്മൾ ആ പ്രോഗ്രാം വരുന്ന ടൈമിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഈ എൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ എൻഡ് ഫോറാണ്. ഈ ഫോറിൻ്റെ എൻഡാണ് ഈ എൻഡ് ഫോർ വരിക. ഏറ്റവും ലാസ്റ്റ് ഒരു എൻഡ് ഫോർ വരുന്നുണ്ട്. ഇത് നമ്മുടെ മെയിനായിട്ട് വരുന്ന ഫോർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ എൻഡ് ഫോറാണ് ക്ലോസ് ചെയ്യുക. സോ നമ്മുടെ കോൺഫിഗറേഷൻ ക്ലോസ് ചെയ്യുന്നത് വിത്ത് കോൺഫിഗറേഷൻ നെയിം, എൻഡ് വിത്ത് കോൺഫിഗറേഷൻ നെയിം. ഇതാണ് ജനറൽ ആയിട്ടുള്ളൊരു സിൻടാക്സ് എന്ന് പറയുക. സോ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോയാൽ നമ്മൾ ആദ്യം വരുന്നത് എൻറ്റിറ്റി ആർക്കിടെക്ചർ പെയർ കോൺഫിഗറേഷനാണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് എൻറ്റിറ്റി ആർക്കിടെക്ചർ പെയർ കോൺഫിഗറേഷൻ. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു എൻറ്റിറ്റിയെ ഒരു പർട്ടിക്കുലർ ആർക്കിടെക്ചറുമായിട്ട് ബൈൻഡ് ചെയ്യിക്കുന്ന കോൺഫിഗറേഷൻ്റെ എക്സാമ്പിളാണ് ഈ പ്രോഗ്രാമിൽ വരിക. സോ ഈ പ്രോഗ്രാമിൽ ഒരു നോട്ട് ഗേറ്റ് ആണ്. ഈ നോട്ട് ഗേറ്റിൻ്റെ പ്രോഗ്രാമിൽ നമ്മുടെ പോർട്ടുകൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. പോർട്ടുകൾ ഏതൊക്കെയാണ്? എ എന്ന് പറയുന്നത് ഇൻപുട്ട് പോർട്ടാണ്. ദെൻ ബി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പോർട്ടാണ്. ദെൻ എൻഡ് കോൺഫിഗ് എന്ന് പറയുന്ന എൻറ്റിറ്റി നമ്മൾ എൻഡ് ചെയ്തു. സോ ഒരു ഇൻപുട്ട് എ എന്ന് പറയുന്ന ഇൻപുട്ടും ബി എന്ന് പറയുന്ന ഔട്ട്പുട്ടും. ദെൻ ഈ പ്രോഗ്രാമിൽ നമുക്ക് രണ്ട് ആർക്കിടെക്ചേഴ്സ് അവൈലബിൾ ആണ്. രണ്ട് ആർക്കിടെക്ചറിൽ ഒരു ആർക്കിടെക്ചർ ഡാറ്റ ഫ്ലോ മോഡലിങ്ങിലും ദെൻ സെക്കൻഡ് ആർക്കിടെക്ചർ ബിഹേവിയറൽ മോഡലിങ്ങിലുമാണ് നമ്മൾ പ്രോഗ്രാം കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ കോൺഫിഗ് 1 എന്നാണ് ആർക്കിടെക്ചറിൻ്റെ നെയിം. കോൺഫിഗ് 1 എന്ന് പറയുന്ന ആർക്കിടെക്ചർ നെയിം ഡാറ്റ ഫ്ലോ മോഡലിങ്ങിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബിഗിനിങ് നോക്കുക. ബിഗിനിങ് ബി ഈക്വൽ ടു നോട്ട് എ, ബി ഈസ് അസൈൻഡ് നോട്ട് എ. അതായത് എ എന്ന് പറയുന്ന ഇൻപുട്ടിനെ നോട്ട് ചെയ്ത് നമ്മൾ ബിയിലേക്ക് അസൈൻ ചെയ്യുന്നു. സിംപ്ലി ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. എൻഡ് കോൺഫിഗ് 1. സോ കോൺഫിഗ് 1 എന്ന് പറയുന്ന ആർക്കിടെക്ചർ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എൻഡ് ചെയ്തു. അതായത് ഡാറ്റ മോഡലിങ്ങിലുള്ള
ആർക്കിടെക്ചറാണ് കോൺഫിഗ് 1, അത് നമ്മളിവിടെ കൊണ്ട് എൻഡ് ചെയ്തു. ഇനി നമ്മുടെ സെക്കൻഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ കോൺഫിഗ് 2 ആണ്. കോൺഫിഗ് 2 എന്ന് പറയുന്ന ആർക്കിടെക്ചറാണ്. അത് സെയിം എൻറ്റിറ്റിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ആർക്കിടെക്ചർ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ കോൺഫിഗ് 2 എന്ന് പറയുന്ന ആർക്കിടെക്ചർ ബിഹേവിയറൽ മോഡലിങ്ങിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മളൊരു ക്ലോക്ക് സിഗ്നൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സിഗ്നൽ ക്ലോക്ക് എന്ന് പറയുന്ന സിഗ്നലുണ്ട്, HDD ലോജിക്കാണ്. നമ്മുടെ ആർക്കിടെക്ചർ നമ്മൾ ബിഗിൻ ചെയ്യുന്നു. ആർക്കിടെക്ചർ ബിഗിൻ ചെയ്ത ശേഷം നമ്മൾ പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ബിഹേവിയറൽ മോഡലിംഗ് ആയതുകൊണ്ട് തന്നെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രോസസ്സിൻ്റെ സെൻസിറ്റിവിറ്റി ലിസ്റ്റ് നോക്കുക, ക്ലോക്ക് എന്ന് പറയുന്ന സിഗ്നലാണ്. സോ CLK എന്ന് പറയുന്ന സിഗ്നലിന് എന്തെങ്കിലും ഈവൻറ്റ് ഒക്വയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇഫ് CLK ഈവൻറ്റ് ആൻഡ് CLK ഈസ് ഈക്വൽ ടു 1. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ഇതിൻ്റെ യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CLK ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ടാണ്. ഈവൻ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. അതായത് CLK എന്ന് പറയുന്ന സിഗ്നലിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ CLK ഈവൻ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്ത് ചെയ്യും? 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ക്ലോക്ക് സിഗ്നലിൽ എന്തെങ്കിലും ഈവൻ്റ് ഒക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 1 വരും. ആൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷനാണ്. ദെൻ CLK ഈസ് ഈക്വൽ ടു 1. ക്ലോക്ക് ഹൈ ആണെന്നുണ്ടെങ്കിൽ അവിടെയും 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. സോ ക്ലോക്ക് എന്ന് പറയുന്ന സിഗ്നലിൽ ഒരു ഈവൻറ്റ് ഒക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും 1 വരും. ക്ലോക്ക് ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ, അതായത് ക്ലോക്ക് ഹൈ ആണെന്നുണ്ടെങ്കിൽ അവിടെയും 1 റിട്ടേൺ ചെയ്യും. ഈ 1ഉം 1ഉം കൂടെയാണ് നമ്മളിവിടെ ആൻഡ് ചെയ്യുക. 1ഉം 1ഉം കൂടെ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നത് 1 ആണ്. സോ ഈഫ് കണ്ടീഷൻ ട്രൂ ആണ്. അതായത് ക്ലോക്കിൻ്റെ ലീഡിങ് എഡ്ജിലാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ക്ലോക്കിൻ്റെ ലീഡിങ് എഡ്ജാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇപ്പോൾ ക്ലോക്ക് അതിൻ്റെ ലാഗിങ് എഡ്ജിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് ക്ലോക്ക് ഈവൻ്റ് ആൻഡ് ക്ലോക്ക് ഈസ് ഈക്വൽ ടു 0 എന്നായിരിക്കും അവിടെ വരിക. ഇവിടെ നമ്മൾ ക്ലോക്കിൻ്റെ ലീഡിങ് എഡ്ജാണ് ചെക്ക് ചെയ്യുന്നത്. സോ ക്ലോക്കിൻ്റെ ലീഡിങ് എഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ B ഈസ് ഈക്വൽ ടു നോട്ട് A. നമ്മൾ രണ്ടാമത്തെ ആർക്കിടെക്ചർ കോൺഫിഗ് 2 എന്ന് പറയുന്ന ആർക്കിടെക്ചർ അത് നമ്മളിവിടെ എൻഡ് ചെയ്തു. അതായത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എൻഡ് ചെയ്തു, എൻഡ് ഈഫ് വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്തു. ദെൻ പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്തു, എൻഡ് കോൺഫിഗ് 2. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഒരു എൻറ്റിറ്റി ഉണ്ട്, 2 ആർക്കിടെക്ചേഴ്സും ഉണ്ട്. 2 ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡാറ്റ ഫ്ലോ മോഡലിങ്ങിലും ഒന്ന് ബിഹേവിയറൽ മോഡലിങ്ങിലും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എൻറ്റിറ്റിയെ ഇതിലേതെങ്കിലും ആർക്കിടെക്ചറുമായിട്ട് നമുക്ക് സിമുലേഷൻ്റെ ടൈമിൽ ബൈൻഡ് ചെയ്യേണ്ടി വരും. സോ 2 ആർക്കിടെക്ചർ ഉള്ളത് കൊണ്ട് നമുക്ക് 2 കോൺഫിഗറേഷൻ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണം. അപ്പോൾ സിൻടാക്സ് നിങ്ങൾ റെഫർ ചെയ്യണം. സിൻടാക്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ്റെ കീവേഡ് എഴുതുക, കോൺഫിഗറേഷൻ എന്നുള്ള കീവേഡ്. അതിനുശേഷം ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺഫിഗറേഷൻ്റെ നെയിം ഓഫ് കോൺഫിഗ് ഈസ്. കോൺഫിഗ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റിയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. കോൺഫിഗ് എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫിഗറേഷൻ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇവിടെ എൻറ്റിറ്റി നെയിമാണ് ഈസ് കീവേഡ്. ദെൻ ഇവിടെ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. കമൻറ്റിൽ എന്താ എഴുതിയിരിക്കുന്നത്? കോൺഫിഗറേഷൻ സ്പെസിഫിക്കേഷൻ ഫോർ ഡാറ്റ ഫ്ലോ ആർക്കിടെക്ചർ ആൻഡ് എൻറ്റിറ്റി ബൈൻഡിങ്. ഡാറ്റ ഫ്ലോ ആർക്കിടെക്ചറിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ എൻറ്റിറ്റി ആയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡാറ്റ ഫ്ലോ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ കോൺഫിഗ് 1 ആണ് നമ്മുടെ ആർക്കിടെക്ചർ. സോ കോൺഫിഗ് 1 എന്ന് പറയുന്ന ആർക്കിടെക്ചറിനെ നമ്മുടെ എൻറ്റിറ്റി ആയിട്ട് നമ്മൾ ബൈൻഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുക. സോ ഇവിടെ സിൻടാക്സ് അനുസരിച്ച് ഫോർ സ്റ്റേറ്റ്മെൻറ്റ്, അതിനുശേഷം കോൺഫിഗ് 1. കോൺഫിഗ് 1 മീൻസ് നമ്മുടെ ആർക്കിടെക്ചർ നെയിമാണ് കോൺഫിഗ് 1. അതായത് ഡാറ്റ ഫ്ലോ മോഡലിങ്ങിലുള്ള ആർക്കിടെക്ചർ നെയിമാണ് കോൺഫിഗ് 1. ദെൻ എൻഡ് ഡാറ്റ ഫ്ലോ, എൻഡ് വിത്ത് കോൺഫിഗറേഷൻ നെയിമാണ് ഡാറ്റ ഫ്ലോ. സോ നമ്മൾ ഈ കോഡ് ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ അവിടെ ക്രിയേറ്റ് ആകും. ഈ കോൺഫിഗറേഷൻ എന്താ ചെയ്യുക? നമ്മുടെ കോൺഫിഗ് 1 എന്ന് പറയുന്ന ആർക്കിടെക്ചറിനെ നമ്മുടെ കോൺഫിഗ് എന്ന് പറയുന്ന എൻറ്റിറ്റി ആയിട്ട് ബൈൻഡ് ചെയ്യും. അതായത് ഡാറ്റ ഫ്ലോ മോഡലിങ്ങിലാണ് അവിടെ പ്രോഗ്രാം വർക്ക് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കോൺഫിഗറേഷൻ, 2 ആർക്കിടെക്ചർ ഉള്ളതുകൊണ്ട് 2 കോൺഫിഗറേഷൻ അവിടെ നെസസറി ആണ്. സോ രണ്ടാമത്തെ സെക്കൻഡ് കോൺഫിഗറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ സ്റ്റാർട്ട് വിത്ത് കീവേഡ് കോൺഫിഗറേഷൻ. ദെൻ കോൺഫിഗറേഷൻ നെയിം. ഹിയർ കോൺഫിഗറേഷൻ നെയിം ഈസ് ബിഹേവ് ഓഫ് കോൺഫിഗ് ഈസ്. ഹിയർ കോൺഫിഗ് മീൻസ് എൻറ്റിറ്റി നെയിം. ദെൻ കമൻറ്റ് ലൈൻ നോക്കുക. കോൺഫിഗറേഷൻ സ്പെസിഫിക്കേഷൻ ഫോർ ബിഹേവിയറൽ ആർക്കിടെക്ചർ ആൻഡ് എൻറ്റിറ്റി ബൈൻഡിങ്. അതായത് ബിഹേവിയറൽ മോഡലിങ്ങിലുള്ള ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ കോൺഫിഗ് 2 ആണ്. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫിഗറേഷൻ യൂസ് ചെയ്യുക. ദെൻ സിൻടാക്സ് അനുസരിച്ച് 4 എന്ന് പറയുന്ന ക്ലോസ് കൊടുക്കുക. ദെൻ കോൺഫിഗ് 2 എന്ന് പറഞ്ഞാൽ
കോൺഫിഗ് 2 എന്ന് പറയുന്ന ആർക്കിടെക്ചർ നെയിമാണ്. ആർക്കിടെക്ചർ നെയിം എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ മോഡലിങ്ങിൻ്റെ ആർക്കിടെക്ചർ നെയിമാണ്. ദെൻ എൻഡ് ചെയ്യുക, എൻഡ് വിത്ത് എൻഡ് ഫോർ എൻഡ് ബിഹേവ് എന്നുള്ളതാണ് സെക്കൻഡ് കോൺഫിഗറേഷൻ്റെ നെയിം. സോ നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ 2 കോൺഫിഗറേഷൻസ് അവൈലബിൾ ആണ്. ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നൊരു കോൺഫിഗറേഷനും ബിഹേവ് എന്ന് പറയുന്നൊരു കോൺഫിഗറേഷനും. പ്രോഗ്രാം സിമുലേറ്റ് ചെയ്യുന്ന ടൈമിൽ യൂസറോട് ഇതിലേതെങ്കിലും ഒരു കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യാൻ പറയും. സോ യൂസർ ഡാറ്റ ഫ്ലോ അല്ലെങ്കിൽ ബിഹേവ് ഇതിലേതെങ്കിലും ഒരു കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യാം. യൂസർ സെലക്ട് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഡാറ്റ ഫ്ലോ ആണെങ്കിൽ പ്രോഗ്രാം ഡാറ്റ ഫ്ലോ മോഡലിങ്ങിൽ വർക്ക് ചെയ്യും. ദെൻ ഇൻ ദ കേസ് എന്താണ് യൂസർ സെലക്ട് ചെയ്യുന്ന ബിഹേവ് എന്ന് പറയുന്നൊരു കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ ബിഹേവിയറൽ മോഡലിങ്ങിലായിരിക്കും പ്രോഗ്രാം വർക്ക് ചെയ്യുക. ഓക്കെ.